അപ്പോൾ ഈ എറണാകുളം തിരിച്ച് നമുക്ക് തലസ്ഥാനത്തേക്ക് വരണം. തലസ്ഥാനത്തും ഇതേ തട്ടിപ്പ് തന്നെയാണ്, അതിന്റെ പരാതികളാണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ നടന്നിരിക്കുന്ന തട്ടിപ്പ് എന്ന് പറയുന്നത് ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിലാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. സ്കൂട്ടർ മാത്രമല്ല, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, എന്തിന് കോഴിക്കോട് വരെ പകുതി വിലക്ക് നൽകാൻ. കോഴിക്കോട് വരെ. അതാണ് കോഴിക്കോട് കോഴിക്കോടല്ല, കോഴിക്കോട്. ഈ സാധാരണക്കാരായ സ്ത്രീകളെ ആണല്ലോ ഇതിനകത്ത് വീണിരിക്കുന്നത്. ഈ കോഴിക്കോട് തയ്യൽ മെഷീൻ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി അവർ പോയി തലവെച്ച് കൊടുക്കും. അതാണ് ആ ഒരു അവസരമാണ് ചൂഷണം ചെയ്തിരിക്കുന്നത്. 62,000 രൂപ സ്കൂട്ടറിന് വേണ്ടി വാങ്ങി, കൊടുത്തത് 56,000 രസീതാണ്. അവിടെ തന്നെ 6,000 രൂപ അടിച്ചു മാറ്റി. പിന്നെ 3 മാസം കഴിഞ്ഞിട്ടും സ്കൂട്ടർ നൽകിയില്ല എന്ന് പറയുമ്പോൾ സ്കൂട്ടർ നൽകാത്ത സാഹചര്യത്തിലാണ് പരാതിക്കാർ സ്റ്റേഷനിലേക്ക് വരുന്നത്. പോത്തൻകോട് സ്റ്റേഷനിലാണ് 10 വനിതകൾ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നു, അതൊന്ന് കേട്ടാലോ. അതിനുശേഷം നമുക്ക് മാനസയിലേക്ക് പോകാം. ഇതിൻ്റെയും പകുതി വില അടച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ എങ്ങനെ ഈ പകുതി വിലയ്ക്ക് ഇത് കൊടുക്കുന്നത്? അപ്പോഴേ പറഞ്ഞെന്ന് വെച്ചാൽ, ഞങ്ങളൊരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ്. CSR ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാലേ നമുക്ക് ആ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് വനിതകൾക്ക് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യഘട്ടം ബുക്ക് ചെയ്തവർക്കൊക്കെ ഒരു അവിടെ ഇവിടെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒരു വണ്ടി എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവരും വാങ്ങിച്ചിട്ടുണ്ട്. അതും തിരുവനന്തപുരത്ത് വെച്ച് വലിയ ഫംഗ്ഷൻ വെച്ചാണ് വണ്ടി കൊടുത്തത്. വിളിക്കുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ എടുക്കുകയാണെങ്കിൽ അവരെ കയ്യിലെ പൈസ എന്തോ ഞാൻ വാങ്ങിച്ചതുപോലെയാണ് അവർ ശരിക്കും കയർത്തൊക്കെയാണ് സംസാരിക്കുന്നത്. അത് വാങ്ങിച്ചെങ്കിൽ വണ്ടി തരും, ഞങ്ങൾ ആരെയും തട്ടിച്ചിട്ടില്ല എന്നും പറഞ്ഞാണ് അവരങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വിജയദാസ് എന്ന് പറഞ്ഞ അയാൾ ഇതുവരെയും നല്ല രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഈ തൊടുപുഴ ഇത് മറ്റേ ആളെ പിടിയിലായെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വിളിച്ചപ്പോഴും ഫോൺ എടുത്തിരുന്നു. അപ്പോഴത്തേക്ക് പറഞ്ഞ് അത് ഞങ്ങളല്ല, വേറൊരു പ്രൈവറ്റ് ഏജൻസിയാണ് അത്, ഞങ്ങളെന്തായാലും അങ്ങനെയൊന്നും ചെയ്യണവരല്ല, മാഡം ഒന്നുകൊണ്ടും പേടിക്കേണ്ട, 2 ആഴ്ചയ്ക്കൊക്കെ ഞങ്ങൾ വണ്ടി തരുമെന്ന് പറഞ്ഞു. അവർ വാങ്ങിയത് വനിതകൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഇതെന്ന് പറഞ്ഞാണ് പൈസ അടച്ചത്. 62,000 രൂപയാണ് ഞങ്ങൾ അടച്ചത്. അത് ഞങ്ങൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് പോലെ വന്ന്, അപ്പോൾ അത് കണ്ടുകൊണ്ടാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ കുറച്ച് പേര് ഇതുപോലെ അപേക്ഷിച്ചിരുന്നു, അവർക്ക് വണ്ടി കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും വാട്സപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ അത് കണ്ടുകൊണ്ട് ഞങ്ങളും അപേക്ഷിക്കുകയാണ് ചെയ്തത്. ഏതായാലും അത് കേരളത്തിൽ പല രൂപത്തിൽ പലരും ഈ പണിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഈ തിരുവനന്തപുരത്തെ അനുഭവം ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ തട്ടിപ്പുകളുടെയൊക്കെ ഇവരെല്ലാം ഇതിലേക്ക് കൊണ്ടുവന്ന് ഈ തട്ടിപ്പുകാർക്കൊക്കെ ഒരു വലിയ പ്രതീക്ഷ കൊടുക്കുന്ന ഒരു പുതിയ സാധ്യതയ്ക്ക് വഴി തുറന്നത് അനന്തകൃഷ്ണനാണെന്ന് പറയേണ്ടി വരും. ഇതിൻ്റെ സക്സസ് ആയിരിക്കണം, അല്ലെങ്കിൽ സക്സസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇത് വളരെ മുന്നോട്ട് പോകുന്ന ഒരു തോന്നലിലായിരിക്കണം പുതിയ പുതിയ ആളുകൾ ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ്. അപ്പോൾ മനസ്സ, എന്താണിതിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അടുത്ത പരാതി വരുന്നു. ഒരു സംഘം സ്ത്രീകൾ അവരെ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഇതുവരെ പണം കൊടുത്തതിന് ശേഷം അവർക്ക് വാഗ്ദാനം ചെയ്ത ഒരു സാധനങ്ങളും കിട്ടിയിട്ടില്ല എന്നാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പോത്തൻകോട് സ്റ്റേഷനിലാണല്ലോ ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത്. മനസ്സ, ഗുഡ് മോർണിംഗ്. ഒരു കാര്യം കൂടി മനു പറഞ്ഞതിൻ്റെ കൂടെ ഒരു കാര്യം, ഈ ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്, അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഈ സ്ത്രീകൾ പറയുന്നുണ്ടോ, നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതുകൂടി? തീർച്ചയായും ശരത്ത്, അതോടൊപ്പം തന്നെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പരാതികളാണ് തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഈ ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ പഞ്ചായത്തിലെത്തിയാണ് ഇത്തരത്തിൽ വനിതകൾക്കായ ഒരു സംരംഭം ഒരുക്കുന്നു എന്ന രീതിയിൽ ഈ വനിതകളെ സമീപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ ലാപ്ടോപ്പ്, ഒപ്പം തന്നെ തയ്യൽ മെഷീൻ, കോഴിക്കോട് എന്നീ സാധനങ്ങളാണ് ഈ സ്ത്രീകൾക്കായി നൽകിയത്. ഇത് നൽകിയെന്നും തന്നെ ഈ പരാതിക്കാർ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഹോണ്ട ആക്റ്റീവ സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്ന വാഗ്ദാനവുമായി ഇവർ എത്തുന്നത്. ശേഷം തന്നെ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഈ ചിലർക്ക്, അതായത് വിരളിൽ എണ്ണാവുന്ന ചിലർക്ക് ഇത്തരത്തിൽ സ്കൂട്ടർ നൽകിയതായുള്ള വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് രണ്ടാമതും വാട്സപ്പിൽ ഇത്തരത്തിൽ ഒരു സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ പണം അടക്കുകയും ഇതിനായി വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയും ഉണ്ടായത്. പക്ഷേ ഈ 3 മാസമായിട്ടും പണമടച്ചിട്ടും ഇത്തരത്തിൽ അവർ പറഞ്ഞ രീതിയിൽ ഈ ഹോണ്ട ആക്റ്റീവ സ്കൂട്ടർ ഇവർക്ക് നൽകിയില്ല എന്ന് തന്നെയാണ് ഇവർ പരാതിക്കാർ ആരോപിക്കുന്ന പ്രധാന കാര്യം. ഇത്തരത്തിൽ 27-ാം തീയതിയും ഒരു പരാതിക്കാരി ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു. ഡേറ്റ് മാറ്റി പറഞ്ഞ് ഒടുവിൽ ശനിയാഴ്ച 27-ന് ശേഷമുള്ള ശനിയാഴ്ച എത്തിക്കാമെന്ന് ഉറപ്പ് നൽകിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അനന്തകൃഷ്ണന്റെ അറസ്റ്റും പിടിയിലാകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഉടൻ തന്നെ ഇത്തരത്തിൽ തങ്ങൾക്കും പറ്റിയെന്ന തിരിച്ചറിയലിലൂടെയാണ്
സ്ത്രീകളാണ് പോലീസ് സ്റ്റേഷനിലെത്തി. പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലാണ് 10ഓളം സ്ത്രീകൾ എത്തിയത്. ഈ 10ഓളം സ്ത്രീകൾ നൽകിയ പരാതിയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് അന്വേഷിക്കുന്നത്. ഇതിന് പിന്നിൽ നേരത്തെ ശരത്ത് ചോദിച്ചതുപോലെ ഇതിന് പിന്നിൽ 2 പേരുടെ പേരാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ഗിരിജ, ഒപ്പം തന്നെ മോഹൻദാസ്. ഈ 2 പേരാണ് ഈ ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തിയതായുള്ള വിവരം. ഈ സ്ത്രീകളിൽ ഒരാൾ ഇദ്ദേഹത്തെ, ഈ മോഹൻദാസിനെ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. വിളിച്ചപ്പോൾ എനിക്ക് ലഭിച്ചു എന്നും പറയുന്നുണ്ട്. എന്നാൽ പോലീസിന് പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഇവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കോൺടാക്റ്റിൽ യാതൊരു വിധത്തിലുള്ള മറുപടിയും ലഭിക്കുന്നില്ല. അതായത് പോലീസിന് ഇവരെ ബന്ധപ്പെടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ കൂടിയും ഈ ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ വിതരണം ഉദ്ഘാടനം ചെയ്തത് കേന്ദ്രമന്ത്രി കൂടിയായ കേന്ദ്രമന്ത്രിയായിരുന്ന BJP നേതാവായ വി മുരളീധരനാണ് ഈ വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ നിരവധി നേതാക്കൾ ഇതിൽ പങ്കുചേർന്നിട്ടുണ്ടോ, ഒപ്പം തന്നെ ഏതൊക്കെ ആളുകളാണ്, ഈ 2 പേർ കൂടാതെ വേറെയും ചിലർ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം 10ഓളം പേർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിൽ കൂടുതൽ പേർ ഇതിന് ഇരയായിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിൽ പരാതിക്കാർ സൂചിപ്പിച്ചതുപോലെ തന്നെ 62,000 രൂപ അവർ നൽകിയിട്ട് 57,000 രൂപ നൽകിയെന്ന റെസീറ്റാണ് തിരിച്ച് നൽകിയത്. അതിൽ തന്നെ ഒരു തട്ടിപ്പ് നടന്നതായി തന്നെയാണ് വിവരം ലഭിക്കുന്നത്. ഇത് ചോദിച്ച അപ്പോൾ മനസ്സ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യമാണ് പറഞ്ഞത്. തുടക്കം മുതൽ തട്ടിപ്പിൻ്റെ ഒരു ലക്ഷണവുമായിട്ട് പോയ ഒരു സംവിധാനം എന്ന പ്രശ്നം ഇക്കാര്യത്തിലുണ്ട്. ഏതായാലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഉദ്ഘാടനത്തിലടക്കമൊക്കെയുള്ള പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും മുൻ കേന്ദ്രമന്ത്രി ഇപ്പോൾ വി മുരളീധരനെ, ഇവരൊക്കെ ഇത്തരം ഒരു നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നല്ല കാര്യം എന്ന നിലയിൽ കണ്ട് സഹകരിച്ചതാണോ? അതിനപ്പുറത്തേക്ക് ഇതിലെ ഈ തട്ടിപ്പ് സ്വഭാവമുള്ള മനുഷ്യർക്കൊക്കെ ഏതൊക്കെ തരത്തിലാണ് ഇവരുമായിട്ടൊക്കെ ബന്ധം വരുന്നത്? അതോ അവരുടെ പദവിക്കനുസരിച്ച് ഉദ്ഘാടനം, ഇതൊക്കെ അന്വേഷണ സംഘം ഇനി കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. ഉദ്ഘാടനത്തിന് എത്തി എന്നതിനപ്പുറത്തേക്ക് നീളുന്നുണ്ടോ ഈ രാഷ്ട്രീയ സംരക്ഷണവും ബന്ധവും എന്നതൊക്കെ അന്വേഷണ സംഘത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതൊക്കെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നത് കൂടിയാണ്. കൊച്ചിയിലെ കേസിൽ, അനന്തകൃഷ്ണന്റെ കേസിൽ അങ്ങനെ അന്വേഷണത്തിലാണ് ലാലി വിൻസെന്റ്, മുൻ KPCC വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ലാലി വിൻസെന്റ് പ്രതിയാവുന്നത്. അതിൽ തന്നെ ഇപ്പോൾ സാമ്പത്തിക ഇടപാടുകളുടെ 11 ലക്ഷത്തിന്റെ രേഖകളൊക്കെ വന്നിരിക്കുന്നു. ഇതൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത്, ആദ്യം 1-2 പേർക്ക് ഇവർ ഈ വാഹനമൊക്കെ കൊടുക്കും. എന്നാലല്ലേ വിശ്വാസം. അതിൽ മോഹൻദാസ് എന്ന് നമ്മുടെ സുഹൃത്തുണ്ട്. ആദ്യം കുറച്ച് തീറ്റ കൊടുക്കും, പിന്നെ നന്നായിട്ട് അങ്ങ് പറ്റിക്കും. അതാണ് ശൈലി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ തട്ടിപ്പിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ആടുമാഞ്ചിയും തേക്ക് തട്ടിപ്പൊക്കെ എങ്ങനെയായിരുന്നില്ല അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്, എങ്ങനെയാണ് ഇത്ര വലിയൊരു അന്വേഷണത്തിലേക്ക് ഈ സംഭവം പോകുന്നതെന്ന് നമുക്കൊന്ന് പറയണ്ടേ? നമ്മൾ തുടക്കത്തിൽ അത് സൂചിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി. ഏതായാലും ഈ തട്ടിപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള മുഖ്യപ്രതി ഇപ്പോൾ അത് മാത്രമല്ല, അനന്തകൃഷ്ണനോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരം സമാന്തരമായിട്ടുള്ള ചില ചാരിറ്റബിൾ ട്രസ്റ്റൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഓഫർ ചെയ്തു പോകുന്നു എന്നുള്ള വിവരമാണ് മാനസ നൽകിയതിലൂടെ പുറത്തു വരുന്നത്.